അടിയന്തര സാഹചര്യം നേരിടുകയാണെങ്കിൽ അതിന് തടയാനുള്ള എല്ലാ മുൻകരുതലുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ കയറി ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയേണ്ടതായിരുന്ന ഒരു കാര്യം, ആ കാണുന്ന മണ്ണിടിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളുടെ പിറകിൽ ഇനി ഏതെങ്കിലും വിധത്തിൽ വെള്ളക്കെട്ടുണ്ടോ, വെള്ളം തള്ളി നിൽക്കുന്നുണ്ടോ. ഇപ്പോൾ മാനന്തവാടിയിലൊക്കെ പ്രശ്നം ഉണ്ടായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കോൺക്രീറ്റിൻ്റെ അപ്പുറത്ത് ഹോളിട്ട് വെള്ളം വരാത്ത സാഹചര്യത്തിൽ തള്ളിപ്പോയതാണ്. അങ്ങനെ തള്ളിപ്പോകാവുന്ന അപകടകരമായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നാണ് പ്രധാനമായിട്ടും പരിശോധിച്ചത്. അതില്ല എന്നാണ് ചിത്രങ്ങളിൽ കാണുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം തീർക്കാനാകുന്നില്ല. പാലക്കാട് IITയും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജും തൃശ്ശൂരിലെ ജിയോളജിസ്റ്റും കൂടിയുള്ളൊരു സംഘം 12:30 മണിക്ക് ശേഷം വീണ്ടും നേരിട്ട് അവിടെ പോയി അവിടുത്തെ മണ്ണും അവിടുത്തെ റോക്കിൻ്റെ സ്വഭാവവും പരിശോധിച്ച് അക്കാര്യത്തിലുള്ള നിർദ്ദേശം കൂടി കിട്ടിയാലേ നമുക്ക് ഉറപ്പിച്ച് ഈ കാര്യം കാണാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും ഉണ്ടായാൽ ഒരു പ്ലാൻ B കൂടി അതിതീവ്ര മഴ പെയ്യപ്പെട്ടുന്ന സാഹചര്യത്തിലുണ്ടാകണം. അതിന് നമ്മുടെ പഴയ റോഡ് മോട്ടറബിളാക്കി വെക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് സമ്മതിക്കുന്നില്ല എന്ന കേവല ന്യായമാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. അതിലർത്ഥമില്ല. കാരണം ഇതിൻ്റെ സർവീസ് റോഡുകൾ പലതും ദേശീയപാത അതോറിറ്റി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാതയിലൊരു പ്രശ്നം വന്നാലൊരു അപകടം ഉണ്ടാകും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്ലാൻ B എന്ന നിലയിൽ ആ റോഡ് കൂടി സജ്ജമാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പാറയുടെ പുറത്ത് ഇപ്പോൾ ദേശീയപാത വന്നു, മീഡിയ വണ്ണിന് വേണമെങ്കിൽ നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഈ കല്ലിൻ്റെ പുറത്ത് നിൽക്കുന്ന മണ്ണ് പുറ്റുപോലെ പുറത്തേക്ക് വന്ന് അവിടെ വലിയ ചെടികൾ വളർന്നു നിൽക്കുന്ന കേന്ദ്രങ്ങളുണ്ടല്ലോ, അത് പാറയുടെ പുറത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതിതീവ്രമായിട്ടുള്ളൊരു മഴ പെയ്താൽ സോയിൽ സാച്ചുറേറ്റഡ് ആയാൽ നേരിട്ടത് താഴത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അനുഭവങ്ങളുടെ കൂടിയ അടിസ്ഥാനത്തിൽ ലാൻഡ് സൈഡ് ചെറുതും വലുതും ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. ചുഴലിക്കാറ്റ് പോലും പ്രവചിക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം എന്നുകൂടി NHനോടും ഫോറസ്റ്റ് വകുപ്പിനോടും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഹരി, ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഒരുപക്ഷെ കുതിരാൻ തുരങ്കപാതയിലൂടെ വാഹന ഗതാഗതത്തിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പോലും തൊട്ടടുത്തുള്ള പാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിദഗ്ധ സമിതിയുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ പ്രദേശം പരിശോധിച്ചപ്പോൾ അടിയന്തര സാഹചര്യങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഇനി എങ്ങാനും കൂടുതൽ മഴ ഉണ്ടാവുകയാണെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി തന്നെ തുടരുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് തടയുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ കൂടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് MLA കൂടിയായിട്ടുള്ള K. രാജനും പറയുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി OJ ജനീഷും പറയുന്നത്. ഹരി.